Assalamualaikum. Hello everyone. Welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് മട്ടൻ കടായി. ആദ്യം ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ കഴുകി വെച്ചേക്കുന്ന മട്ടൺ ആഡ് ചെയ്യുക. വേവുന്നത് വരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. വെള്ളം കുറവാ തോന്നുകയാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെക്കുക വേവുന്നത് വരെ. ഇനി ഇതിലോട്ട് ആവശ്യമുള്ളത് ഉണക്കമുളക്, പെരുംജീരകം, വലിയ ജീരകം, ഗരം മസാല പൗഡർ, മല്ലി. ഈ ഉണക്കമുളകും ജീരകവും മല്ലിയൊക്കെ പൊടിക്കാനുള്ളതാണ്, അത് പൊടിച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഉപ്പ്. തക്കാളി നമ്മൾ തൊലി കളഞ്ഞിട്ടാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മൾ തക്കാളി ബോയിൽ ചെയ്തെടുക്കുക, എന്നിട്ട് അതിൻ്റെ തൊലി കളയണം. ഇനി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ആഡ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ മട്ടൻ വെന്തു. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളിയും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമുള്ളത് സവാള. ഇത് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് പൊടിച്ചത്, മല്ലി പൊടിച്ചത്, പെരുംജീരകം, വലിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. അധികം തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള കസൂരി മെതി ലീവ്സും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മട്ടൻ കടായി ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യണം. ഈസിയാണ്. അധികം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ലെസ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുതേ.